2 കസിൻസും കൂടെ വരാനുണ്ടായിരുന്നു. അവരെയും വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് അവരും വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അകത്ത് കയറി ഗൈസ്. ഞങ്ങൾ ബാൽക്കണിയിലായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും പരസ്യമൊക്കെ ആയിരുന്നു. ബാൽക്കണിയിലിരുന്ന് കാണാൻ നല്ല രസമാട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പരസ്യം തീരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിനിമ കണ്ടു നോക്കാം ഗൈസ്. ഇന്ദ്രജിത്തിന്റെ മോള് ഓക്കെ. അങ്ങനെ നമ്മൾ മൂവി കണ്ട് കുറച്ചായിട്ടുണ്ട്. എനിക്ക് കുറച്ചായപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കോരിത്തിരിച്ച് ഇഷ്ടപ്പെട്ടു. സാധാരണ ഇങ്ങനെയുള്ള സിനിമയൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൂസിഫർ 1 കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എനിക്കെന്തോ ഇങ്ങനെയുള്ള സിനിമകളോടൊന്നും താല്പര്യമില്ല. പിന്നെ ഈ ഒരു ഹൈപ്പൊക്കെ കാണുമ്പോഴേ ഞാൻ കാണാറില്ല. ഇങ്ങനെയുള്ള ഹൈപ്പ് സിനിമകളൊന്നും ഞാൻ കാണാറില്ല. പക്ഷേ ഇത് ഷായുടെയൊക്കെ നിർബന്ധത്തിന് പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട്. അപ്പം മോഹൻലാലിൻ്റെയൊക്കെ എൻട്രി വന്നു ഗെയ്സ്. അപ്പോഴത്തേക്കും ഇൻ്റർവെല്ലായിരിക്കുന്നു ഗെയ്സ്. അപ്പോൾ ഇൻ്റർവെല്ലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻ്റർവെല്ലായപ്പോഴത്തേക്കും ഞാനും ഷായും ഞങ്ങളെല്ലാവരും കുറേ നേരം അവിടെ അനങ്ങാതെ മുഖത്തോട് മുഖം നോക്കിയൊക്കെ ഇരുന്ന്. ഇൻ്റർവെല്ലായാലും അവിടെ നിന്ന് എണീക്കത്തില്ല എന്നുള്ളതാണ് ആ ഒരു സത്യം. ചിലപ്പോൾ സീറ്റ് വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് പോയാലോ എന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഷാ എണീക്കാറില്ല. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ സൊറ പറഞ്ഞിരുന്ന സമയം